സോറി ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും മനസ്സിലായില്ല. പക്ഷേ വി ഹാവ് ടു സെർച്ച് ഹിസ് ഹൗസ് ഇൻ ഡീറ്റെയിൽ വിത്ത് ഹിസ് അസിസ്റ്റൻസ്. അയാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് അയാളുടെ വീട് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് മറ്റെന്തെങ്കിലും ഡയറിയോ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇയാളാണ് പറഞ്ഞത് ഈ വിഷക്കുപ്പി പകുതി ഇയാൾ കുടിച്ചു. പക്ഷേ ഇന്നത്തെ വൈദ്യ പരിശോധനത്തിൽ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ അതൊരു മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ആണോ? കാരണം ഒരു വിഷക്കുപ്പി അങ്ങനെ ഒരു കുടിച്ചാൽ ഒരു 100% എന്തെങ്കിലും അസുഖം വരും. പക്ഷെ അങ്ങനെ ഒരു ലക്ഷണം ഒന്നുമില്ല, വൈദ്യ പരിശോധനത്തിൽ ഒന്നും കണ്ടിട്ടില്ല. സോ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആയിരിക്കും. നമുക്ക് ചെറിയ നമുക്ക് സംശയമുണ്ട്. ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അതർ ഇൻവോൾവ്മെന്റ് അങ്ങനെ ഇതുവരെ മനസ്സിലായില്ല. ഇന്നേ ഉച്ചയ്ക്ക് സമയത്ത് ഞങ്ങൾ ഇയാൾക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് മീൻസ് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് നടപടികൾ ഇപ്പോൾ ബാക്കിയാണ്. അത് ചെയ്തിട്ട് ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നേ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും. ബാർബ്ഡ് വയർ ഇത് ഇയാൾ ചാടിപ്പോയില്ലേ ഓടിക്കാൻ സമയത്ത്. സോ അതിന്റെ കുറച്ച് സ്ക്രാച്ച് ഇയാളുടെ ശരീരത്തിലുണ്ട്. ഒരു മാസം ഒരു മാസം ഏകദേശം ആ സ്ഥലത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇയാൾ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. ഏത് കടയിലാണ് ഇയാൾ പോയിട്ട് ഈ വെപ്പൺ വാങ്ങിച്ചത് ഇയാൾക്ക് കൂട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം. അത് മറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യാം. ഇല്ല, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ദറ്റ് വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് മോർ. ഇയാളുടെ എല്ലാം സാധനം പിന്നെ ഇയാളുടെ റൂം എല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നോക്കേണ്ടതാണ് ഇഫ് ഹി ഈസ് ഹാവിങ് എ ലിസ്റ്റ് ഓഫ്. ബട്ട് ആസ് ഓഫ് നൗ ഹി ഈസ് നോട്ട് ടെല്ലിങ് എനിത്തിങ്. കോഓപ്പറേഷൻ ഇൻ ദ സെൻസ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ പറ്റില്ല. വി ഹാവ് ടു ക്രോസ് വെരിഫൈ ബിഫോർ ബിലീവിങ് എവരിതിങ്. ഞങ്ങൾ എല്ലാം കാര്യങ്ങൾ ഒരു കാര്യം ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഇയാൾ പറഞ്ഞതാണ്. പക്ഷേ അത് നമുക്ക് തോന്നുന്നുണ്ട് ഒരു കണ്ടിന്യൂസ് വൈരാഗ്യമിന്റെ ഭാഗമാണ് ഉള്ളത്. ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് സിൻസ് ഓൾ ടൈം, സിൻസ് ദ ഫസ്റ്റ് മർഡർ വിച്ച് ഹാപ്പൻഡ് ഇൻ 2019. സോ ആ കാര്യം നമുക്ക് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ വൈരാഗ്യം നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റു കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ പ്രകാരം പ്ലാനിങ്ങിന്റെ കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് ആ പ്രദേശം മുഴുവൻ വളരെ നന്നായിട്ട് അറിയാം. ഈ വനപ്രദേശത്തിന്റെ ഇത് താമസിച്ച് അയാൾ ആ ഏരിയയിൽ താമസിച്ചുകൊണ്ട് ഈ നോസ് വെരി പെർഫെക്റ്റ്ലി ഈച്ച് ആൻഡ് എവറിത്തിങ്. സോ ആ മലയുടെ മുകളിലേക്ക് ഉണ്ടായിരുന്നു ആണ് പറഞ്ഞത്. that is accepting. അതെ, സോറി. മിസ്ലീഡ് ആരും ഇയാൾക്ക് എല്ലാവരുമായിട്ട് വൈരാഗ്യമാണ്. നോട്ട് ഓൺലി സിംഗിൾ മെമ്പർ ഓഫ് ദ ഫാമിലി ബട്ട് ഓൾ ദിസ്. സുധാകരനായിട്ട് പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു. പിന്നെ നേരത്തെ കൊല്ലപ്പെട്ട് സജിത്തായിട്ട് ഒരു വൈരാഗ്യമായിരുന്നു. പിന്നെ ബാക്കി ഈ മദറായിട്ട് ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു ഇത് നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇയാൾ മലയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നലെ കുറെ ഇൻഫർമേഷൻ ഇതുപോലെയാണ് കിട്ടിയത്. പക്ഷേ അതൊരു ഇത് കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ലാതായിരുന്നു. നിങ്ങൾ ഒരു ഇൻഫർമേഷൻ വെരിഫൈ ചെയ്തിട്ട് നോക്കി.
സോ ബേസിക്കലി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇയാൾ ഒരു പ്രധാന സെക്യൂരിറ്റി ആയിട്ടാണ് പല സ്ഥലത്തിൽ ജോലി ചെയ്തത്. മെയിൻലി ഹി ഹാസ് വർക്ക്ഡ് ഇൻ എ ക്വാറി ഇൻ കോഴിക്കോട് ഏരിയ ഒരു ക്വാറിയിലാണ് വർക്ക് ചെയ്തത്. ഈ ഇയാളുടെ ഈ ജോലി ഒരു 3 മാസം മുമ്പാണ് നഷ്ടപ്പെട്ടത്. സംവേർ അത് നമുക്ക് കൺഫർമേഷൻ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഡോക്യുമെന്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. 3-4 months ago he lost that job. ആ ജോലി നഷ്ടപ്പെട്ട ശേഷമാണ് ഇയാൾ ഈ മേഖലയിലേക്കാണ് വന്നത്, ഈ ഏരിയയിലേക്കാണ്. ഇയാളുടെ പ്ലാനിങ് ആയിരുന്നു കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പിന്നെ ഒരു പുതിയ ജോലി കിട്ടിയാൽ അപ്പോൾ തന്നെ പുറത്തു പോകും. ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അത് മന്ത്രവാദമില്ല. ഇയാളുടെ ഒരു വിശ്വാസമാണ്. ഇയാളുടെ ഫാമിലി ഡിവൈഡായി, ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ മറ്റു ഫാമിലിയാണുള്ളത്. മന്ത്രവാദമാണ് അങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഒരു പോയിന്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് അതിലെ ക്രോസ് വെരിഫിക്കേഷൻ ആവശ്യമാണുള്ളത്. ഇന്നലെ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെ, ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നമുക്ക് നടക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം അത് IG അദ്ദേഹത്തിന്റെ ഓർഡർ പ്രകാരം തുടങ്ങിയതാണ്. അന്വേഷണം ചെയ്തോട്ടെ, എൻക്വയറി ഓഫീസർ അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തോട്ടെ. അത് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് മറ്റു നടപടികൾ അത് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പോകും. ഇയാളുടെ നേച്ചർ പറഞ്ഞാൽ ഒരു ഹി കൺസിഡർ ഹിംസെൽഫ് ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. ഈസ് ഫീലിംഗ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ. സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് ആസ് ഡൗൺ. ആ ഫീലിംഗ് കൂടിയാണ്. പ്ലാനിങ് ഒരു നമുക്ക് കുറച്ച് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായത് പ്ലാനിങ് ഇയാൾക്ക് നല്ല പ്ലാനിങ് ആണ്. എല്ലാം കാര്യത്തിൽ നല്ല പ്ലാനിങ് ആളാണ്. സോറി, ആ ആയുധം ഇയാളുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ റെഡിയാക്കിയിട്ട് ആ സ്ഥലത്തിൽ വെച്ചിരുന്നു. കയ്യിലെടുത്തിട്ട് ചുറ്റും അത് നടന്നു. അത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതാണ്. വെദർ ഹി വാസ് കീപ്പിംഗ് ഹിസ് വെപ്പൺ ഇൻ ഹാൻഡ് ആൻഡ് റോമിംഗ് ഔട്ട്സൈഡ് നമുക്ക് ഉറപ്പാക്കാം. ഇത് കൺഫേം ചെയ്യാം. അത് നമുക്ക് കൺഫേം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് ഉറപ്പായിട്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. വി ഹാവ് ടു കൺഫേം. ഇത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ഞാൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഒരു മൊബൈൽ ഫോൺ ഇയാളുടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ആ മേഖലയിൽ തന്നെയാണ് ആ സമയത്ത് റിക്കവർ ചെയ്യാൻ സാധിച്ചത്. അതിന്റെ കൂടാതെ ഇയാൾ മറ്റാളുടെ ഈ ക്വാരിയിൽ വർക്കിംഗ് ചെയ്ത സമയത്ത് ഒരു കോവർക്കറിന്റെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇയാളുടെ സിം അതിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ മറ്റൊരു സിം ഉപയോഗിച്ചിട്ട് കുറെ ആളുകൾക്ക് വിളിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഫോൺ സിം ഈസ് ഓൾസോ ഇറ്റ് സീംസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഹിസ് നെയിം. പക്ഷെ ഇയാൾ സ്ഥിരമായിട്ട് ആ സിം ഉപയോഗിച്ചിട്ടില്ല.